ഹലോ, ഫാദർ ജെയിംസ് കൊക്കവയലിലാണോ? അതെ അതെ. നമസ്കാരം ഫാദർ. എൻ്റെ പേര് ഹസൻ എന്നാണ്, സ്ഥലം കരുനാഗപ്പള്ളി. ഉവ്വ. ആ. ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനം കണ്ടു, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാണ്. ഉവ്വ. ആ. ഉം. ഞാൻ അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അല്ല, അത് ഈ ജനൻ ടി വി അതിന്റെ ന്യൂസ് കൊടുത്തപ്പോൾ പറഞ്ഞത് കോതമംഗലം ലവ് ജിഹാദ് കേസെന്നാണ്. അങ്ങനെ അത് ലവ് ജിഹാദ് ആണെന്ന് ജനൻ ടി വി അത് ഉറപ്പിച്ച മട്ടാണ്. അപ്പം കോടതി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പോലീസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പ് തന്നെ അത് ലവ് ജിഹാദ് ആണെന്ന് പറഞ്ഞതിനോട് ഫാദറിനും യോജിപ്പുണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. എന്റെ വീഡിയോയിലോ എവിടെയെങ്കിലും അങ്ങനെ ഒരു വാക്ക് കണ്ടിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഫാദർ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഫാദറിന്റെ വീഡിയോ എടുത്ത് വെച്ച് ജനൻ ടി വി അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ ആ അഭിപ്രായം, ജനൻ ടി വിയുടെ അഭിപ്രായം ഫാദറിനുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ അവരോട് പറഞ്ഞത് ലീഗലി ഡിഫൈൻഡ് അല്ലാത്ത ഒരു ടേമിനെ കുറിച്ച് ഞാൻ പറയത്തില്ല എന്നുള്ളതാണ്. ഞാൻ അപ്പൊ അതിനർത്ഥം ഫാദറിന്റെ വാക്ക് അവർ ദുരുപയോഗം ചെയ്തു എന്നല്ലേ? അതോടൊപ്പം തന്നെ ഞാൻ അവരെന്താ പറഞ്ഞെന്ന് കേട്ടില്ല. ഞാൻ പറഞ്ഞ ലീഗലി ഡിഫൈൻഡ് അല്ലാത്ത ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കത്തില്ല. ലീഗലി ഡിഫൈൻഡ് ആയിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതോടൊപ്പം ജനൻ ടി വി അതിൽ പറയുന്നുണ്ട്, ഫാദർ പിന്നെ BJP സംസ്ഥാന പ്രസിഡന്റിനും BJPക്കും പ്രത്യേക നന്ദി അറിയിച്ചു എന്നൊക്കെ, ഛത്തീസ്ഗഡിലെ പിന്നെ കന്യാസ്ത്രീകളുടെ മോചനത്തിന്റെ ഭാഗമായി നന്ദി അറിയിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ജനൻ ടി വി ആയതുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഫാദർ അങ്ങനെ പറഞ്ഞിരുന്നോ? ഞാൻ അവർക്ക് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ്, നിങ്ങളുടെ പേരിൽ നുണ പറയുകയാണ്. ഫാദറിന്റെ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പച്ച നുണയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആദരണീയരായ ഫാദർമാരെ ആളുകൾ തെറ്റിദ്ധരിക്കും, നിങ്ങൾക്കെതിരെ ശത്രുതാപരമായ മനോഭാവം ഉണ്ടാവും. അതിനുള്ള കാരണങ്ങളാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. അവർ പരസ്യമായി പറഞ്ഞു, പിന്നെ BJP സംസ്ഥാന അധ്യക്ഷന് നന്ദി പറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട് അതിൽ. ഞാൻ അവിടെ നന്ദിയൊന്നും പറഞ്ഞില്ല. അവരുടെ ഇടപെടലുകൾ കാര്യമായ സഹായകരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പറയാം. പക്ഷെ ഈ വിഷയത്തെ തുടർന്ന് എപ്പോഴെങ്കിലും ഫാദർ, നിങ്ങളിപ്പോ NIA അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കോതമംഗലത്തെ കേസിന്റെ. അതെ. അപ്പൊ ഈ നമ്മളുടെ പിന്നെ ഇപ്പൊ താങ്കൾ BJP സംസ്ഥാന പ്രസിഡന്റ് ഇടപെടലുകളെ പുകഴ്ത്തി സംസാരിച്ചു, നല്ല കാര്യം. അതിനുശേഷവും നമ്മുടെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെ, പാസ്റ്റർമാർക്ക് നേരെ വലിയ അക്രമങ്ങൾ പിന്നെ നടന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വിഷയത്തിൽ ഒരു NIA അന്വേഷണം ആവശ്യപ്പെടാത്തത്? ഞങ്ങൾ ഇതിനുവേണ്ടി വാർത്താ സമ്മേളനം നടത്തിയല്ല. ഞങ്ങൾ മറ്റൊരു വിഷയത്തിൽ പോയപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചോദിച്ചപ്പോൾ ഒരു മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരങ്ങനെയല്ല. ഇവർ പറഞ്ഞാൽ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ്. ഫാദറിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുമ്മനം രാജശേഖരനോട് ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുന്നുണ്ട്, സമാനമായ സംഭവം ഛത്തീസ്ഗഡിൽ പോലെ ഇനി മറ്റൊരിടത്തും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാനെങ്ങനെ ഉറപ്പ് തരുന്നത്, എനിക്കതിന് ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ, ഇങ്ങനത്തെ ഉള്ള കാപഢ്യങ്ങളൊക്കെ നിലനിൽക്കെ നിങ്ങളെപ്പോലെ ഉള്ളവർ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് NIA അതിനപ്പുറത്തെ അന്വേഷണ ഏജൻസികൾ ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? അതിലേക്ക് ആദരണീയരായ ഫാദർമാരാരുടെയും ഒരു ചടുലമായ നീക്കങ്ങളൊന്നും കാണുന്നില്ല. ഇതും ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയത്, ഞങ്ങൾ കുട്ടനാട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ് മീറ്റിങ്ങിന് പോയപ്പോൾ അവരതിനിടയ്ക്ക് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ ഫാദറിന്റെ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ജനൻ ടി വി പോലെയുള്ള ഒരു മാധ്യമം പച്ചയായ നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരത് അവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട്. ആ വിഷയം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, താങ്ക് യു. കോതമംഗലം ലവ് ജിഹാദിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്ന് സിറോ മലബാർ സഭ. തീവ്രവാദ ബന്ധമുള്ള പാനായിക്കുളത്താണ് പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത്. ഇക്കാര്യം ഗൌരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കവയലിൽ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെടൽ നടത്തിയ രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനും ഫാദർ ജെയിംസ് കൊക്കവയലിൽ നന്ദി അറിയിച്ചു.